എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിലെ ക്ലർക്ക് കാഷ്യർ പരീക്ഷ അവസാനിച്ചു. ഇനി നമ്മുടെ മുമ്പിലേക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വരാൻ പോകുന്നത് സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കുകളുടെയും അതേപോലെ തന്നെ ക്ലാസ് 1 ബാങ്കുകളുടെയും ഈ പറയുന്ന ക്ലർക്ക് കാഷ്യർ പരീക്ഷയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞു പോയ പരീക്ഷയിൽ നിന്നും കുറച്ച് പാഠങ്ങൾ നമ്മൾ അവിടെ നിന്ന് പഠിച്ചു. നമുക്ക് ചില തെറ്റുകൾ ആവർത്തിച്ചിട്ടുണ്ടാകാം ആ പരീക്ഷകളിലെ. അത്തരം തെറ്റുകൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ആവർത്തിക്കാതെ ഏറ്റവും ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. കാരണം നിങ്ങളുടെ മുമ്പിലെ രണ്ടാമത്തെ സാധ്യതയാണ് ഈ ഒരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. അതും നിങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നോക്കി കണ്ടുകൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. ഇതിന്റെ എല്ലാ സിലബസ് ഏകദേശം സെയിം ആയതുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യമാണോ പഠിക്കുന്നത് അതിലെ ഏറ്റവും വ്യക്തതയോടുകൂടി പഠിച്ച് മുമ്പോട്ട് പോവുക. വലിയ പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകണം. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 2025, 2026 കാലഘട്ടം തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സ്വപ്ന ജോലി നേടിയെടുത്ത ഒരു ജീവിത കാലഘട്ടമായിട്ട് മാറും. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക എന്ന് മാത്രമേ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളൂ. എന്തായാലും നിങ്ങൾ സ്വാഭാവികമായിട്ടും ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ പ്രതീക്ഷ കൈവിടാതെ ഏറ്റവും ഭംഗിയായിട്ട് വലിയ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ മുമ്പോട്ട് പോകണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ ആരംഭിക്കുമ്പോൾ മക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുടെ ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് ചോദിച്ച 10 മാത്സിന്റെ ചോദ്യങ്ങൾ ഏത് മേഖലയിൽ നിന്നാണ് വന്നത് എന്നും അത് എങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നും തൊട്ട് മുമ്പത്തെ വീഡിയോയില് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. സോ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. അടുത്ത പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. ഇനി ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിലബസിനകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അവസാനം നടന്നുപോയ സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുടെ ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് മാത്സിനകത്ത് നിന്ന് 6 ചോദ്യങ്ങളും റീസണിങ്ങിനകത്ത് നിന്ന് 4 ചോദ്യങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. ആ 6 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരെണ്ണം നമ്പേഴ്സിനകത്ത് നിന്ന് ബോർഡ് മാസ് ചോദിച്ചു. ഫ്രാക്ഷൻ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പെർസെന്റേജുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റാൻഡേർഡ് ചോദ്യം, അതേപോലെ സിമ്പിൾ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റാൻഡേർഡ് ചോദ്യം, അതേപോലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ചോദിച്ചു. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാത്ത ഒരു നമ്പർ ആയിരുന്നു തന്നത്. ഇതായിരുന്നു മാത്സിനകത്ത് നിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ചോദിച്ചത്. മെന്റൽ എബിലിറ്റി പോർഷൻ അകത്തേക്ക് പോകുമ്പോൾ എടാ കുഞ്ഞുങ്ങളെ ഒരു സീരീസ് ചോദിച്ചു, അടുത്ത സംഖ്യ ഏതാണെന്ന് ചോദിച്ചു. അതേപോലെ ഒരു ഓടുമാൻ ഔട്ട് ചോദിച്ചു. സിമ്പിൾ ഓടുമാൻ ഔട്ട് ആയിരുന്നു, വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഓടുമാൻ ഔട്ട് ആയിരുന്നു. പിന്നെ ചോദിച്ചത് ഡയറക്ഷന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ആൻസർ കിട്ടുന്ന ചോദ്യമായിരുന്നു. പിന്നെ ഒരു ചോദ്യം ചോദിച്ചത് ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമായിരുന്നു. സോ ഇതേ പാറ്റേണിൽ തന്നെ അടുത്ത പരീക്ഷയ്ക്ക് ചോദ്യം വരുമോ എന്ന് ചോദിച്ചാൽ ആ നിലവാരത്തിലെ കുറച്ചുകൂടി മാറ്റം ഉണ്ടാകും. അതായത് അത്രമേൽ നിലവാരത്തിൽ പോകാതെ ആ ഒരു നിലവാരത്തിൽ താഴെ നിൽക്കുന്ന 10 ചോദ്യങ്ങളാണ് അടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അടുത്ത പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു വരുന്ന 10 എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? 10ക്ക് 10, അതായത് നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ. ദാ പിടിച്ചോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പിടി. ചോദ്യം ഇതാണ്: ദ ആവറേജ് മാർക്ക് ഓഫ് എ ക്ലാസ് ഓഫ് 20 സ്റ്റുഡൻസ് ഈസ് 47 വെൻ 1 മോർ സ്റ്റുഡന്റ് ഈസ് അഡ്മിറ്റഡ് ടു ദ ക്ലാസ്. ദ ആവറേജ് ഇൻക്രീസസ് ബൈ 1. ഫൈൻഡ് മാർക്ക് ഓഫ് ന്യൂ സ്റ്റുഡന്റ് എന്നാണ് ചോദ്യം. അതായത് എടാ ചോദ്യം ഇതാണ്: 20 കുട്ടികളുടെ മാർക്കിന്റെ ആവറേജ് 47 എഴുതിക്കൂ. അതായത് ഒരു ക്ലാസ്സില്
20 കുട്ടികളുണ്ട്, അവരുടെ മാർക്കിന്റെ ആവറേജ് 47. മക്കളെ, ഒരു കുട്ടി കൂടി വന്നടാ, അപ്പോൾ ആളുകളുടെ എണ്ണം എത്ര ആയി? 21 ആയിട്ട് മാറി. അപ്പോൾ ആവറേജ് ഇൻക്രീസസ് ബൈ 1. ആവറേജ് ഒന്നുകൂടി, അതായത് 47 എന്നുള്ളത് 48 ആയിട്ട് മാറി. ഇതാണ് ചോദ്യകർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആ പുതുതായിട്ട് വന്ന കുട്ടിയുടെ മാർക്ക് എത്രയാണെന്നാണ് ചോദ്യം. നിങ്ങൾ നോക്കിക്കൊണ്ട് ലെഫ്റ്റ് സൈഡ് നോക്കിക്കേ. 20 21 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആലോചിക്കുക, മനസ്സുകൊണ്ട് ആലോചിക്കണം. 20 21 ആകണമെങ്കിൽ 1 കൂട്ടിയാൽ പോരെ? മതി. 20ന്റെ കൂടെ 1 കൂട്ടുമ്പോഴാണ് 21 കിട്ടുന്നത്. അതേപോലെ 47 48 ആകണമെങ്കിലും 1 കൂട്ടിയാൽ മതി. 47ന്റെ കൂടെ 1 കൂട്ടുമ്പോഴാണ് 48 കിട്ടുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇടതുവശത്തെ ആദ്യ സംഖ്യ, ഇതാണല്ലോ ഇടത്, ഇത് വലതല്ലേ മക്കളെ? ഇടതുവശത്തെ ആദ്യ സംഖ്യയും വലതുവശത്തെ ഡിഫറൻസ് നമ്പറോടെ ഗുണിക്കുക. എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇടതുവശത്തെ ആദ്യ സംഖ്യയും വലതുവശത്തെ ഡിഫറൻസ് നമ്പറോടെ ഗുണിക്കുക. 20ഉം 1ഉം കൂടെ ഗുണിച്ചാൽ 20 ആണ് അല്ലേ? എടാ, 20ഉം പ്ലസ് 1ഉം കൂടെ ഗുണിച്ചാൽ പ്ലസ് 20. പ്ലസ് 20 എന്ന് പറഞ്ഞാല് 20 എന്നെടുത്താൽ മതി. കഴിഞ്ഞു. ഇനി വലതുവശത്തെ അവസാന സംഖ്യയും ഇടതുവശത്തെ ഡിഫറൻസ് നമ്പറോടെ ഗുണിക്കുക. വലതുവശത്തെ അവസാന സംഖ്യയും ഇടതുവശത്തെ ഡിഫറൻസ് നമ്പറോടെ ഗുണിക്കുക. 48ഉം 1ഉം കൂടെ ഗുണിച്ചാൽ 48ഉം 1ഉം കൂടെ ഗുണിച്ചാല് 48. അത് പ്ലസ് 48 ആയിരുന്നു. സംഖ്യയുടെ തുടക്കം ആരും പ്ലസ് എഴുതാറില്ല. 48ഉം പ്ലസ് 1ഉം കൂടെ ഗുണിച്ചാൽ പ്ലസ് 48. 48ഉം 20ഉം കൂടെ ചേർന്നാൽ 68. അങ്ങനാണെങ്കിൽ പുതുതായിട്ട് വന്ന കുട്ടിയുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ 68 സെറ്റ്. ഇത്രേ ഉള്ളൂ. എന്താ ചെയ്യേണ്ടത്? ഇത്തരത്തില് ഒരു ഗ്രൂപ്പിനകത്തേക്ക് ഒരാൾ വന്നു, അല്ലെങ്കിൽ 2 പേര് വന്നു, അല്ലെങ്കിൽ ഒരാൾ പോയി 2 പേര് പോയി, ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇതാണ് ചെയ്യേണ്ടത്. ഇടതുവശത്തെ ആദ്യ സംഖ്യയും വലതുവശത്തെ ഡിഫറൻസ് നമ്പറോടെ ഗുണിക്കുക. വലതുവശത്തെ അവസാന സംഖ്യയും ഇടതുവശത്തെ ഡിഫറൻസ് നമ്പറോടെ ഗുണിക്കുക. നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അതാണ് നമ്മൾ പുതുതായിട്ട് വരുന്ന, അല്ലെങ്കിൽ പുതുതായിട്ട് പോയ, അല്ലെ അവിടെ നിന്ന് പോയ ആളിന്റെ മാർക്ക്, അല്ലെങ്കിൽ ഹൈറ്റ്, അല്ലെങ്കിൽ വെയിറ്റ്, അല്ലെങ്കിൽ പ്രായം എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. സംഭവം സിമ്പിൾ. രണ്ടാമത്തെ ചോദ്യം ദാ പിടിച്ചോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ശരാശരി പഠിച്ചു. അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാ. മക്കളെ ശ്രദ്ധിച്ചു. ആൻ ആർട്ടിക്കിൾ ഈസ് ബീങ് സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 23%. And if it had been sold at a profit of 29%, it would have fetched ₹42 more. What is the purchase price of the article എന്നാണ് ചോദ്യം. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു സാധനം 23% ലാഭത്തിനാണ് വിൽക്കുന്നത്. എടാ കുഞ്ഞുങ്ങളെ, ഒരു സാധനം 23% ലാഭത്തിനാണ് വിൽക്കുന്നത്. ഇനി ചോദ്യകർത്താവ് പറയുന്നു 29% ലാഭത്തിനായിരുന്നു വിറ്റിരുന്നതെങ്കിൽ, 29% ലാഭത്തിനായിരുന്നു വിറ്റിരുന്നതെങ്കിൽ 42 രൂപ കൂടുതൽ കിട്ടും. 42 രൂപ കൂടുതൽ കിട്ടും എന്ന് പറയുന്നു. ചോദ്യം വാങ്ങി വില എത്ര, അല്ലെങ്കിൽ പർച്ചേസ് പ്രൈസ് എത്ര എന്ന ചോദ്യം. പലതവണ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എപ്പോഴും ഒരു സാധനം വാങ്ങിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 100%, അല്ലേ? എടാ, ഏതൊരു സാധനവും വാങ്ങുന്ന വില അല്ലെങ്കിൽ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 100%. 10% ലാഭം കിട്ടണമെങ്കിൽ 10% കൂട്ടി വിൽക്കണം, അതായത് 110%. 20% ലാഭം കിട്ടണമെങ്കിൽ 120%-ന് വിൽക്കണം. 30% ലാഭം കിട്ടണമെങ്കിൽ 130%-ന് വിൽക്കണം. 40% ലാഭം കിട്ടണമെങ്കിൽ 140%-ന് വിൽക്കണം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ചോദ്യകർത്താവ് പറയുന്നു 23% ലാഭത്തിനാണ് വിറ്റത് എന്ന് പറയുന്നു, അല്ലെങ്കിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. എടാ കുഞ്ഞുങ്ങളെ, 23% ലാഭത്തിനാണ് വിൽക്കുന്നതെങ്കിൽ നിങ്ങൾ പറയണം
വിൽക്കുന്ന വില 123% അർത്ഥം അല്ലേ? എടാ 23% ലാഭത്തിനാണ് വിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത് 123%. ഇനി അപ്പോൾ എത്ര രൂപ കിട്ടുമെന്ന് പറഞ്ഞു? ഇല്ല. 23% ലാഭത്തിന് വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല. എത്ര രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, 23% ലാഭത്തിന് വിൽക്കുന്നു, അതായത് 123%-നാണ് വിൽക്കുന്നത്. ആ സമയത്ത് നമുക്കൊരു എക്സ് രൂപ കിട്ടും എന്ന് കരുതാം. നമുക്കറിയില്ല എത്ര രൂപ കിട്ടും എന്നുള്ള കാര്യം ചോദ്യകർത്താവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരു എക്സ് രൂപ കിട്ടും എന്ന് കരുതാം. അടുത്ത സ്റ്റെപ്പില് 29% ലാഭത്തിനായിരുന്നു വിറ്റിരുന്നതെങ്കിൽ 29% ലാഭത്തിന് വിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 129%-നായിരുന്നു വിറ്റിരുന്നതെങ്കിൽ 42 രൂപ കിട്ടുമെന്നല്ല പറഞ്ഞത്, 42 രൂപ കൂടുതൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 42 രൂപ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞാല് പഴയതും കിട്ടും പ്ലസ് 42 കൂടെ കിട്ടും എന്നാണ് അതിന്റെ അർത്ഥം. കണ്ടോ, ഇതാണ് ചോദ്യകർത്താവ് പറഞ്ഞിരിക്കുന്നത്. വാങ്ങിയ വില 100%, 23% ലാഭം കിട്ടണമെങ്കിൽ 123%-ന് വിറ്റു, 29% ലാഭം കിട്ടണമെങ്കിൽ 129%-ന് വിറ്റു. സെറ്റ് അല്ലേ? ഇനി ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയെങ്കിലും വാങ്ങിയ വില അല്ലെങ്കിൽ 100% കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ എന്ത് ചെയ്യും? എങ്ങനെ 100% കണ്ടുപിടിക്കുമെന്ന് ആലോചിക്കണം. എടാ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിയിട്ട് പ്രയോജനമില്ല. കാരണം 123 129 കൂട്ടി 250 സംതിങ് വരും. അപ്പുറത്തും പ്രയോജനമില്ല. അങ്ങനെ കൂട്ടി നോക്കിയിട്ട് പ്രയോജനമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് നോക്കണം. വലുതിന്ന് ചെറുത് കുറയ്ക്കണം. വലുതിന്ന് നിങ്ങൾ ചെറുത് കുറയ്ക്കണം. 129%-ന്ന് 123% കുറച്ചാല് 6% എന്ന് വരും. വലതുവശത്ത് എക്സ് പ്ലസ് 42 എക്സ് കുറച്ചാല് എക്സ് പ്ലസ് 42 മൈനസ് എക്സ് പ്ലസ് എക്സ് മൈനസ് എക്സ് വിട്ടിപ്പോയി 42 എന്ന് വരും. അങ്ങനെ എടാ കുഞ്ഞുങ്ങളെ 6% 42 ആണെന്ന് മനസ്സിലായി. എങ്ങനെ കിട്ടി? രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ കുറച്ചു. 6% 42 ആണെങ്കിൽ നമ്മുടെ ചോദ്യം വാങ്ങിയ വില എത്ര, അതായത് 100% എത്രയാണെന്നാണ് ചോദ്യം. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. 6% 42 ആണെങ്കിൽ 100% എത്രയാണെന്നാണ് ചോദ്യം. ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. ഇവിടെ 2 എണ്ണം ഉള്ളത് 100 42 ആണ്. ഇവിടെ 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 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 1 എണ്ണം ഉള്ളത് ഹരിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 6ന്റെ 7ാമത്തെ ഗുണിതമാണ് 42. 6ന്റെ 7ാമത്തെ ഗുണിതമാണ് 42. 7 × 100 700. ആൻസർ 700 എന്ന് വരും. ഉത്തരം 700 ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ മക്കളെ? പിടിച്ചോ. മൂന്നാമത്തെ ചോദ്യം ദാ പിടിച്ചോടാ. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു അടിപൊളി ചോദ്യമാണ്, സ്ഥിരം ചോദ്യമാണ്. ഇഫ് ആൻ എമൗണ്ട് ഇൻവെസ്റ്റഡ് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് ഡബിൾ ഇൻ 5 years, 5 വർഷം കൊണ്ട് ഡബിൾ ആകും എന്ന് പറയുന്നു. അതായത് 5 വർഷം കൊണ്ട് ഇരട്ടിയാകും എന്ന് പറയുന്നു. ചോദ്യം 7 മടങ്ങാകാൻ എത്ര വർഷം എടുക്കും എന്നാണ് ചോദ്യം. ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 അല്ലേ? 2 അല്ലടാ, ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 മടങ്ങെന്നല്ലേ? അപ്പോൾ 2 മടങ്ങാകാൻ 5 വർഷം എടുക്കും. 2 മടങ്ങാകാൻ 5 വർഷം. ചോദ്യം 7 മടങ്ങാകാൻ എത്ര വർഷം എന്നാണ് ചോദ്യം. ഇത്തരത്തിലെ സിമ്പിൾ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 3 മടങ്ങാകാൻ ഇത്ര വർഷം എടുക്കും, അങ്ങനെയാണെങ്കിൽ 5 മടങ്ങാകാൻ എത്ര വർഷം എടുക്കും, അല്ലെങ്കിൽ 7 മടങ്ങാകാൻ എത്ര വർഷം എടുക്കും, 10 മടങ്ങാകാൻ എത്ര വർഷം എടുക്കും, ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി ദാണ്ടേ, ഇവനെ ഫസ്റ്റ് നമ്പർ ആയിട്ട് കാണുക, ഇവനെ സെക്കൻഡ് നമ്പർ ആയിട്ട് കാണുക,
11 തന്നിരിക്കുന്ന വർഷമായിട്ട് കാണുക. ഒന്നും കൂടെ, ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തന്നിരിക്കുന്ന വർഷം. എളുപ്പ വഴി ദാ പിടിച്ചു. സെക്കൻഡ് നമ്പറിൽ നിന്ന് 1 കുറയ്ക്കുക. എപ്പോഴും ഇങ്ങനെ തന്നെ. സെക്കൻഡ് നമ്പറിൽ നിന്ന് 1 കുറയ്ക്കുക. സെക്കൻഡ് നമ്പറിൽ നിന്ന് 1 കുറയ്ക്കുക. മൈനസ്. സെക്കൻഡ് നമ്പറിൽ നിന്ന് 1 കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അവിടെ മൈനസ് ആണ്, അത് ശ്രദ്ധിച്ചോണം. സെക്കൻഡ് നമ്പറിൽ നിന്ന് 1 കുറയ്ക്കുക ഡിവൈഡഡ് ബൈ ഫസ്റ്റ് നമ്പറിൽ നിന്ന് 1 കുറയ്ക്കുക ഇൻറ്റു തന്നിരിക്കുന്ന വർഷം. ഇവിടെ സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞ 7. ഇവിടെ മക്കളെ 7ൽ നിന്ന് 1 കുറച്ചാൽ 6 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞ 2. 2ൽ നിന്ന് 1 കുറച്ചാൽ 1 ഇൻറ്റു തന്നിരിക്കുന്ന വർഷം. തന്നിരിക്കുന്ന വർഷം 5. 6ഉം 5ഉം കൂടെ ഗുണിച്ചാൽ 30 വരും. നമ്മുടെ ആൻസർ 30 വർഷം എന്നായിരുന്നു റൈറ്റ് ആൻസർ. ഓർത്തിരുന്നോണം. സാധാരണ പലിശ അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ ഇത്ര മടങ്ങാകാൻ ഇത്ര വർഷം എടുക്കും, ഇത്ര മടങ്ങാകാൻ എത്ര വർഷം എടുക്കും. ദാ പിടിച്ചോ. സെക്കൻഡ് നമ്പറിൽ നിന്ന് 1 കുറയ്ക്കുക ഡിവൈഡഡ് ബൈ ഫസ്റ്റ് നമ്പറിൽ നിന്ന് 1 കുറയ്ക്കുക ഇൻറ്റു തന്നിരിക്കുന്ന വർഷം. തന്നിരിക്കുന്ന വർഷം, തന്നിരിക്കുന്ന വർഷം, തന്നിരിക്കുന്ന വർഷം മറന്നു പോരുത്. ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ട്രെയിനിന്റെ 4 തരത്തിലുള്ള ചോദ്യങ്ങളും വൃത്തിയായിട്ട് പഠിച്ചു വെച്ചോണം. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പോലെയുള്ള സാധനങ്ങൾ, ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, മരം, മനുഷ്യൻ, ബിന്ദു. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം, തുരങ്കം, അതുപോലുള്ള സാധനങ്ങൾ. കൃഷിപ്പുരയിടം, നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ, ബ്രിഡ്ജ്, അത്തരം സാധനങ്ങൾ. ഇവിടെ ബ്രിഡ്ജ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഏത് ടൈപ്പാ? ടൈപ്പ് 2 ആണ്. ടൈപ്പ് 3 എന്ന് പറഞ്ഞാൽ 2 ട്രെയിനുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ടൈപ്പ് 4 എന്ന് പറഞ്ഞാല് 2 ട്രെയിനുകൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ചോദ്യങ്ങൾ. ഇവിടെ ബ്രിഡ്ജ് ആണ്, അതുകൊണ്ട് ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാല് അതിന്റെ ഇക്വേഷൻ ദാ പിടിച്ചു. സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം. സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം പ്ലസ് സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം പ്ലസ് പാലമാണ്. പാലത്തിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയമാണ് ഇക്വേഷൻ. അപ്പൊ ടൈപ്പ് 2 ഏതൊക്കെയാ വാക്കുകൾ? ഏതൊക്കെയാ? പാലം, പ്ലാറ്റ്ഫോം, തുരങ്കം, കൃഷിപ്പുരയിടം, നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ. ഇത്തരം സാധനങ്ങൾ വരുവാണെങ്കിൽ സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം പ്ലസ് അവരെന്താണോ തരുന്നത് അതിന്റെ നീളം കൂടെ കൂട്ടുക ഡിവൈഡഡ് ബൈ സമയമാണ് ഇക്വേഷൻ. അത്രേ ഉള്ളു പരിപാടി. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ഇവിടെ ചോദ്യകർത്താവ് 30 km/h തന്നിട്ടുണ്ട്. നീളം മീറ്ററിലാണ് തന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും എടാ ഒരെണ്ണം km/h ഒരെണ്ണം മീറ്ററിലും ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് km/h മീറ്റർ/സെക്കൻഡ് ആക്കി മാറ്റണം. അത് നിർബന്ധമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ km/h മീറ്റർ/സെക്കൻഡ് ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 5/18 കൊണ്ട് ഗുണിക്കുക. തിരിച്ചാണെങ്കിലോ, അതായത് മീറ്റർ/സെക്കൻഡിനെ km/h ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് 30 km/h അല്ലേ? മീറ്റർ/സെക്കൻഡ് ആക്കാന് 5/18 കൊണ്ട് ഗുണിക്കുക. 5/18 കൊണ്ട് ഗുണിക്കുക. വലതുവശം ട്രെയിനിന്റെ നീളം എത്ര? 220 മീറ്റർ. പാലത്തിന്റെ നീളം 80 മീറ്റർ. കൂട്ടിക്കോ. ട്രെയിനിന്റെ നീളവും പാലത്തിന്റെ നീളവും കൂടെ കൂട്ടുക. 220ഉം 80ഉം കൂടെ കൂട്ടിയാൽ 300 ഡിവൈഡഡ് ബൈ സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. വെട്ടിക്കൂ, പതുക്കെ വെട്ടിക്കൂ. ദാണ്ട ഈ കിടക്കുന്ന 30ഉം ആ കിടക്കുന്ന 30ഉം കൂടെ വെട്ടാം, ഒരു തെറ്റുമില്ല. സമത്തിന്റെ ഇപ്പുറത്ത് ഒരു സംഖ്യ, അപ്പുറത്ത് മറ്റൊരു ഭിന്നസംഖ്യ കിടക്കുന്നു. ഇപ്പുറത്തൊരു ഭിന്നസംഖ്യ, അപ്പുറത്തൊരു ഭിന്നസംഖ്യ കിടക്കുന്നു. എവിടെയും പ്ലസ് ചിഹ്നമില്ല, മൈനസ് ചിഹ്നമില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിടക്കുന്ന അംശം അല്ലെങ്കിൽ ന്യൂമറേറ്ററും അവിടെ കിടക്കുന്ന ന്യൂമറേറ്ററും കൂടെ വെട്ടാം. ഡിനോമിനേറ്ററും കൂടെ വെട്ടാം. അപ്പൊ ഇവിടുത്തെ ന്യൂമറേറ്റർ 30, അവിടുത്തെ ന്യൂമറേറ്റർ 30. സെറ്റ് വെട്ടിക്കളയുക. ബാക്കി എന്നാ ഉണ്ട്? ബാക്കി 1. ആ 0 മറന്നു പോരുത്. അപ്പോൾ അവിടെ 10 എന്ന് വരും.
ഇനി ഈ കിടക്കുന്ന 5ഉം ഈ കിടക്കുന്ന 10ഉം കൂടെ നമുക്ക് സിമ്പിൾ ആയിട്ട് 5 കൊണ്ട് വെട്ടാം. മക്കളെ 5ന്റെ രണ്ടാമത്തെ ഗുണിതമാണ് 10. എടാ കുഞ്ഞുങ്ങളെ 5ന്റെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ ആണ് 10. സെറ്റല്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? ക്രോസ് ആയിട്ട് ഗുണിക്കുക. വേറെ ഒന്നുമില്ല, ഇനി ഒന്നും ചെയ്യാനില്ല അവിടെ. സോ സമയം ഈസ് ഈക്വൽ ടു ടൈം ഈസ് ഈക്വൽ ടു 18 × 2 36 36 സെക്കൻഡ് എന്ന് എഴുതി അവസാനിപ്പിക്കുക. ഉത്തരം 36 സെക്കൻഡ് ആയിരുന്നു. ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 സെറ്റായിട്ട് പഠിച്ചു വെച്ചോണം കേട്ടോ. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഭാഗമാണത്. അടുത്തത് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. എയും ബിയും കൂടെ ചേർന്നിട്ട് ഒരു ജോലി 24 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. എയും ബിയും കൂടെ ചേർന്നിട്ട് ഒരു ജോലി 24 ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്ന് പറയുന്നു. എഴുതി വെച്ചു. A alone in 40 days. A alone in 40 days. A തനിയെ 40. ചോദ്യം ബി തനിയെ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് ചോദ്യം. നമുക്കുള്ള ബി തനിയെയാണ് കണ്ടുപിടിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ചോദ്യങ്ങള് ചെയ്തെടുക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാല് LCM മെത്തേഡ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിക്കുക. അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. 24ന്റെയും 40ന്റെ LCM 120. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറിന് എങ്ങനെ പെട്ടെന്ന് 120 കിട്ടിയത്? ഞങ്ങൾ കഷ്ടപ്പെട്ട് 24, 40 ഇങ്ങനെ വരച്ച് പതുക്കെ ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അതായാലും മതിയട. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് സംഖ്യകളുടെ LCM ആണോ വേണ്ടത് ആ സംഖ്യകളിലേക്ക് നിങ്ങൾ നോക്കുക. നോക്കിയതിന് ശേഷം അവിടുത്തെ ഏറ്റവും വലിയ സംഖ്യ നിങ്ങൾ പിടിക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയ സംഖ്യ ഏതാ? 24ന്റെ 40ന്റെ LCM ആണ് വേണ്ടത്. മക്കളെ ഏറ്റവും വലിയ സംഖ്യ 40 അല്ലേടാ? ആണ്. 40നെ 24 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. ഏറ്റവും വലിയ സംഖ്യയെ ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യയായിരിക്കും LCM. 40നെ 24 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 40ന്റെ അടുത്ത മൾട്ടിപ്പിളിലേക്ക് പോകണം. 40ന്റെ അടുത്ത ഗുണിതം 40 × 2 80. 80നെ 24 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ മനസ്സിൽ വരണം. അപ്പൊ നിങ്ങൾ നേരെ പോകേണ്ടത് 40ന്റെ മൂന്നാമത്തെ ഗുണിതമായ 40 × 3 120ലേക്ക് പോകണം. 120നെ 24 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ 120 ആണ് LCM. അത്രേ ഉള്ളൂ. ഇനി ഇപ്പൊ ടോട്ടൽ വർക്ക് കിട്ടി 120. അങ്ങനെയാണെങ്കിൽ 120 മനസ്സിൽ കിട്ടി. ഇനിയിപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നില്ല, സാറേ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ സൈഡിലോട്ട് മാറ്റിയിട്ട് 24, 40 അങ്ങോട്ട് വരച്ച് അങ്ങോട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ പരിപാടി. ഇനി ഓരോ ദിവസത്തെ വർക്ക് കണ്ടുപിടിക്കണം. 24 ദിവസം കൊണ്ടാണ് 120 ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവെന്ന് പറഞ്ഞാല് 120 ഡിവൈഡഡ് ബൈ 24 5. ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവെന്ന് പറഞ്ഞാല് 5 ആണ്. 40 ദിവസം കൊണ്ടാണ് 120 ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവെന്ന് പറഞ്ഞാല് 120/40 3. അങ്ങനെ എയും ബിയും കൂടെ ചേർന്നിട്ട് ഒരു ദിവസം 5 ജോലി ചെയ്യത്തില്ലേ? എയും ബിയും കൂടെ ചേർന്നിട്ട് ഒരു ദിവസം 5 ജോലി ചെയ്യും. എത്ര എണ്ണം ചെയ്യും? 5 എണ്ണം ചെയ്യും. എ തനിയെ 3 എണ്ണം ചെയ്യത്തില്ലേടാ? എ തനിയെ 3. ശ്രദ്ധിക്കേ മക്കളെ, എയും ബിയും കൂടെ ചേർന്നിട്ട് മൊത്തത്തിൽ ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 5. എ തനിയെ 3 എണ്ണം ചെയ്യത്തില്ലേ? എ തനിയെ 3 എണ്ണം എ അല്ലേ? അപ്പൊ ബാക്കിയുള്ള 2 ജോലി ആരാ ചെയ്യുന്നത്? ബി. മൊത്തം 5. ഒരു ദിവസം മൊത്തം 2 പേരോടെ ചേർന്ന 5. അതിലെ 3 എണ്ണം ചെയ്യുന്ന ആരാ? എയാ.
ബാക്കിയുള്ള രണ്ടെണ്ണം ചെയ്യുന്ന ആരാ? ബി. അപ്പോൾ ബി ഒരു ദിവസം ചെയ്യുന്നത് 2 ജോലിയാണെന്ന് മനസ്സിലായി. പറേ, ബി ഒരു ദിവസം ചെയ്യുന്നത് 2 ജോലിയാണ്. നമുക്ക് തീരേണ്ടത് എത്ര? നമുക്ക് തീരേണ്ടത് 120 അല്ലേ? അതാണല്ലോ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാല്, അതാണല്ലോ ആകെ ജോലി. ഒരു ദിവസം 2 ജോലി വെച്ച് ചെയ്താൽ ഒരു ദിവസം 2, അടുത്ത ദിവസം 2, 2, 2, 2, 2, അങ്ങനെ ഒരു ദിവസം 2 ജോലി വെച്ച് ചെയ്താല് 120 ജോലി തീരണമെങ്കിൽ എത്ര ദിവസം വേണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ നിങ്ങൾ പറയും ഒരു ദിവസം 2, അടുത്ത ദിവസം 2, അങ്ങനെ 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 ആണെങ്കിൽ കൂട്ടിയെടുക്കണം. വേണ്ട, എടാ ഒരു ദിവസം 2, 120 ആണ് തീരേണ്ടത്. പറേ, 120 ആണ് തീരേണ്ടത്. ഒരു ദിവസം 2, കണ്ടോ, തീരേണ്ടത് 120. ഒരു ദിവസം 2, ആ 120നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി, 60. പിടിച്ചോ? അതായത് 60 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാവും. ഇത്രേ ഉള്ളു പരിപാടി. സിമ്പിൾ അല്ലേ? ഒന്നും കൂടെ പറയാം. തീരേണ്ടത് 120, ഒരു ദിവസം ചെയ്യുന്നത് 2, 120നെ 2 കൊണ്ട് ഹരിച്ച ആൻസറായി. ഉത്തരം 60 ദിവസം എന്നെഴുതി അവസാനിപ്പിക്കുക. അടുത്ത ചോദ്യം ദാ പിടിച്ചു. നോട്ടെ, ശ്രദ്ധിക്കൂ. ഇഫ് ദ, അതായത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം, നമ്പേഴ്സോ അല്ലെങ്കിൽ ഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ചോദ്യത്തിനെ കാണാം. അത് മുന്നത്തെ പരീക്ഷയ്ക്കും ചോദിച്ചല്ലോ. നോട്ടെ, ഇഫ് ദ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 8, 2 സംഖ്യകൾ എക്സും വൈയും ആണെന്ന് കരുതിയാലോ. അപ്പോൾ 2 സംഖ്യകൾ എക്സ് വൈ, സം 8, സം എത്ര? 8. പ്രോഡക്റ്റ് 15, പ്രോഡക്റ്റ് ഗുണനഫലം 15. ചോദ്യകർത്താവ് നമ്മളോട് ചോദിക്കുന്നു, എടാ പിള്ളേരെ, വാട്ട് ഈസ് ദ സം ഓഫ് ദെയർ റെസിപ്രോക്കൽസ് എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? അർത്ഥം എന്തുവാ? വാട്ട് ഈസ് ദ സം ഓഫ് ദെയർ റെസിപ്രോക്കൽസ്. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ സംഖ്യകളെ തിരിച്ചിട്ട് കൂട്ടുക. ചോദ്യകർത്താവ് ചോദിക്കുക, സംഖ്യകളെ തിരിച്ചിട്ട് കൂട്ടാൻ പറയുന്നു. അതായത് 1/x + 1/y എത്രന്ന ചോദ്യം. എക്സിനെ തിരിച്ചിട്ടാൽ 1/x, വൈയെ തിരിച്ചിട്ടാൽ 1/y. ഇവന്മാര് രണ്ടുപേരെയും കൂടെ കൂട്ടിക്കോ, 1/x + 1/y എത്രന്ന ചോദ്യം. ഭിന്നസംഖ്യകളെ കൂട്ടണമെങ്കിൽ ക്രോസ് ആയിട്ട് ഗുണിക്കുക. 1 × y y, 1 × x x കൂട്ടിയാൽ x + y എന്ന് വരും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ തമ്മിൽ ക്രോസ് ചെയ്താല് x y. ചോദ്യകർത്താവ് തന്നിട്ടുണ്ട്, സം 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. x + y യുടെ വില 8, പ്രോഡക്റ്റ് 15, പ്രോഡക്റ്റ് 15, 8/15. ഓപ്ഷൻ സി സെറ്റ്. അപ്പൊ ഇനി മറന്നു പോകല്ലേ, ഇനി മറന്നു പോകരുത്. അതായത് ഏതോ 2 സംഖ്യകളുടെ തുകയും അതേപോലെ ഗുണനഫലവും തന്നിട്ട്, ഇവിടെ മക്കളെ തുകയും ഗുണനഫലവും കൂടെ തന്നിട്ട് അതിന്റെ റെസിപ്രോക്കലിന്റെ സം എത്ര എന്ന് ചോദിച്ചാൽ, റെസിപ്രോക്കലിന്റെ സം എത്ര എന്ന് ചോദിച്ചാൽ ഒന്നും വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ആ പ്രോഡക്റ്റ് ഉണ്ടല്ലോ അവനെ പിടിച്ച് താഴെ വെക്കണം, സമ്മിനെ പിടിച്ച് മേളി വെക്കുക. സമ്മ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ്. ഒറ്റയടിക്ക് പറഞ്ഞാല് സമ്മ് മേളി എഴുതുക, പ്രോഡക്റ്റ് താഴെ എഴുതുക. സം എന്ന് പറഞ്ഞാൽ 8, പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 15. കണ്ണും പൂട്ടി ക്വസ്റ്റ്യൻ നോക്കി കണ്ണും പൂട്ടി പറയും 8/15. ഇത്ര ഉള്ളു പരിപാടി. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ സീരീസാ. കാണുമ്പോ ഒരു ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. നിങ്ങളുടെ മനസ്സിൽ 4, 28 ഡാഷ്, പിന്നെ 840, പിന്നെ 3360 എന്ന് പോകുന്നു. നമുക്ക് അവിടെ നിൽക്കാം. ഇത്ര നോക്കാം. 428 ആകണമെങ്കിൽ പെട്ടെന്ന് മനസ്സിൽ വന്നത് 4നെ 7 കൊണ്ട് ഗുണിച്ചാൽ മതി, 28. അപ്പൊ 28നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ 9 കൊണ്ട് ഗുണിക്കാം. 28നെ 9 കൊണ്ട് ഗുണിച്ചാല് 9 8 72. അവസാനത്തെ അക്കം 2 വരുന്നില്ല ഓപ്ഷനകത്ത്. അപ്പൊ ചോദ്യകർത്താവ് മുമ്പോട്ടല്ല ചിന്തിച്ചത്, പുറകോട്ടാണോ? പുറകോട്ടെന്ന് പറയുമ്പോ 7 കൊണ്ട് ഗുണിച്ച 6 കൊണ്ട് ഗുണിച്ചത് ശരിയാണോ നോക്കണം.
അപ്പൊ 28-നെ 6 കൊണ്ട് ഗുണിച്ച എത്ര? 6 8 48. സാധ്യതയുണ്ട്. അപ്പോ 28-നെ നമുക്ക് വെറുതെ 6 കൊണ്ട് ഗുണിക്കാം. 6 8 48, 6 2 12 4 16, 168 ഉണ്ടോ? ഓപ്ഷനകത്തുണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടോ? ഉണ്ട്. പക്ഷെ ഉറപ്പിക്കല്ലേ, ഉറപ്പിക്കാൻ വരട്ടെ. അപ്പൊ എനിക്ക് അറിയില്ല. 6 കൊണ്ട് ഗുണിച്ചപ്പോ എനിക്ക് 168 കിട്ടി. അപ്പൊ അടുത്തത് ആ 168-നെ 5 കൊണ്ട് ഗുണിച്ചാൽ 840 വരുന്നുണ്ടോ നോക്കാം. 168-നെ 5 കൊണ്ട് ഗുണിച്ചു നോക്കിക്കേ. 8 5 40, 6 5 34, 34 ശിഷ്ടം 3, 5 3 8, 840 സെറ്റ്. കറക്റ്റാ. അപ്പൊ ഇനി നോക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു സംശയത്തിന് വേണ്ടിയിട്ട് താണ്ടേ 84-നെ 4 കൊണ്ട് ഗുണിച്ചു, എന്തായാലും 3360 വരുന്നുണ്ട്. അപ്പോൾ ഈ സീരീസ് എന്ന് പറയുന്നത് ആദ്യത്തെ സംഖ്യയെ 7 കൊണ്ട് ഗുണിച്ചപ്പോൾ ഒരു സംഖ്യ കിട്ടി, പിന്നെ അതിനെ 6 കൊണ്ട് ഗുണിച്ചു, പിന്നെ 5 കൊണ്ട് ഗുണിച്ചു, 4 കൊണ്ട് ഗുണിച്ചു, 3 കൊണ്ട് ഗുണിച്ചു, 2 കൊണ്ട് ഗുണിച്ചു, ഇങ്ങനെ പോകുന്ന ഒരു സീരീസ് ആയിരുന്നു. അതുകൊണ്ട് ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ. ചോദ്യം നമുക്ക് കഴിഞ്ഞ തവണ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട ക്ലോക്കിന്റെ ക്വസ്റ്റ്യനാണ്. ഒരു ക്ലോക്കിലെ അടുത്തടുത്ത 2 സംഖ്യകൾക്കിടയിലെ കോണളവ് 30 ഡിഗ്രിയാണ്, എല്ലാവർക്കും അറിയാം. അതേപോലെ കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 30h - 11/2m പഠിച്ചതാണ്. ഇനി റിഫ്ലക്ഷൻ അല്ലെങ്കിൽ മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ്. അങ്ങനെ ക്ലോക്കിന്റെ മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? 11:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കുക. പഠിച്ചതാണോ? ക്ലോക്കിന്റെ കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മക്കളെ 30h - 11/2m ആണെന്നറിയാം. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ഓർത്തിരിക്കേണ്ടത് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ 11:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കുക. അപ്പോൾ തന്നിരിക്കുന്ന സമയം 2:35. 11:60 നിന്ന് 2:35 കുറച്ചാട്ടെ. 2:35 കുറച്ചാല് 10 കുറച്ച 5, പിന്നെ അവിടെ 5 ഉള്ളൂ. 5 നിന്ന് 3 കുറച്ച 2, പിന്നെ അവിടെ 1 ആണ്. 1 നിന്ന് 2 കുറയ്ക്കാൻ പറ്റത്തില്ല. കടമെടുത്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ 11 ആയി. 11 നിന്ന് 2 കുറച്ച 9, പിന്നെ അവിടെ 0 ആയി. 9:25. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയിലുണ്ടാവണം. ഒരു ക്ലോക്കിലെ അടുത്തടുത്ത 2 സംഖ്യകൾക്കിടയിലെ കോണളവ് 30 ഡിഗ്രി ആയിരിക്കും. അതേപോലെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലെ കോണളവ് കണ്ടുപിടിക്കാൻ 30h - 11/2m ആണ് ഇക്വേഷൻ, മറന്നു പോകരുത്. അതേപോലെ തന്നെ പിള്ളേരെ മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ ചോദിച്ചാല് 11:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കുക എന്ന് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ വൈകിയ വേളയിൽ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്. എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഓർമ്മയിലുണ്ടാവണം. അതേപോലെ തന്നെ ഒരു ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ഒരുമിക്കും എന്ന് ചോദിച്ചാൽ 22. എത്ര പ്രാവശ്യം മട്ടകോൺ റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 44 ആണ്. അതേപോലെ എത്ര പ്രാവശ്യം എതിർ ദിശയിൽ വരുമെന്ന് ചോദിച്ചാൽ 22. ഒരേ നേർരേഖയിൽ വരുന്ന എത്ര എന്ന് ചോദിച്ചാല് 44 ആണ്. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ 44 ആണെന്നും കാണാതെ പഠിച്ചു വെച്ചോണം. അടുത്ത ചോദ്യം ദാ പിടിച്ചോ. കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ് ചോദ്യം? 1981 ഡിസംബർ 10 വ്യാഴമാണെങ്കിൽ 1981 ഡിസംബർ 10 വ്യാഴമാണെങ്കിൽ മക്കളെ കൃത്യം 10 വർഷത്തിന് ശേഷം 1991 ഡിസംബർ 10 കണ്ടോ, മാസം ഡേറ്റ് പക്ക സെയിം ആയിരിക്കും, വർഷം മാത്രമേ മാറത്തുള്ളൂ. അവിടെ 81, ഇവിടെ 91 സെറ്റ്. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗ്യാപ്പ് എത്ര? 10 വർഷമല്ലേ? 1981 1991 എത്ര ഗ്യാപ്പ്? എത്ര? 10 വർഷം. ഗ്യാപ്പ് അങ്ങോട്ട് എഴുതണം. പ്ലസ് എത്ര ലീപ്പ് ഇയർ അതിനിടയിൽ ഉണ്ടെന്ന് നോക്കണം. ഗ്യാപ്പ് എഴുതുക,
ലീപ്പ് ഇയർ എടുക്കുക. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാല് 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന വർഷങ്ങളെല്ലാം ലീപ്പ് ഇയറാ, പഠിച്ചതാ. 81 ശേഷമുള്ള ലീപ്പ് ഇയർ 82 ലീപ്പ് ഇയർ ആണോ നോക്കുക. 83, 84 എന്തായാലും ലീപ്പ് ഇയറാ. അപ്പൊ 84 ഫസ്റ്റ് ലീപ്പ് ഇയർ. അതിനിടയിൽ വരുന്ന ആദ്യ ലീപ്പ് ഇയർ 84, പിന്നെ 88, പിന്നെ 92. അത് നമ്മുടെ കയ്യിലില്ല, 91 വരെ ഉള്ളൂ. 92 ഇപ്പൊ 2 ലീപ്പ് ഇയർ. അതും കൂടെ ചേർക്കുക. അപ്പൊ എത്രയായി? 12. ആ കിട്ടുന്ന ഉത്തരത്തിനെ 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കണം. 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം എടുക്കുക. 12നെ 7 കൊണ്ട് ഹരിച്ചാൽ 1 7, ശിഷ്ടം 5. ശിഷ്ടം എത്ര? 7 കൊണ്ട് ഹരിച്ചപ്പോ ശിഷ്ടം എത്ര? ശിഷ്ടം 5. അത് തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ കൂട്ടണം. തന്നിരിക്കുന്ന ദിവസം ഏതാ? വ്യാഴ. കൂട്ടിക്കോ. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വയാണ് ആൻസർ. ചൊവ്വ. ട്യൂസ്ഡേ ഈസ് ദ റൈറ്റ് ആൻസർ. സിംപിളി സെറ്റ്. ഈ ഒരു ചോദ്യം പല CSEB പരീക്ഷകൾക്ക് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഗ്യാപ്പ് എടുക്കുക, ലീപ് ഇയേഴ്സിന്റെ എണ്ണം കൂട്ടുക, കിട്ടുന്ന സംഖ്യയെ 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം എടുക്കുക, അത് തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ കൂട്ടുക. മറന്നു പോകരുത്. അടുത്തത് ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ല അടിപൊളി ഒരു ചോദ്യമാണ്. ശ്രദ്ധിച്ചു വായിക്കേ. എ മാൻ വാക്സ് 4 കിലോമീറ്റർ ടുവേർഡ് സൗത്ത്. തെക്കോട്ട് 4 കിലോമീറ്റർ നടന്നു. സ്വാഭാവികമായിട്ടും ആദ്യം നിങ്ങൾ ഡയറക്ഷൻ വരയ്ക്കണം. നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്. ആദ്യം ഡയറക്ഷൻ വൃത്തിയായിട്ട് വരയ്ക്കുക. നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന 4 ഡയറക്ഷൻ വൃത്തിയായിട്ട് അങ്ങോട്ട് വരയ്ക്കണം. എന്നിട്ട് പതുക്കെ ചെയ്യും. എ മാൻ വാക്സ് 4 കിലോമീറ്റർ ടുവേർഡ് സൗത്ത്. സൗത്തിലോട്ട്, സൗത്ത് എന്ന് പറഞ്ഞാൽ താഴോട്ട് 4 കിലോമീറ്റർ. ദെൻ ടേൺസ് റൈറ്റ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ റൈറ്റ് എന്ന് പറഞ്ഞാൽ സൗത്തിന്റെ ക്ലോക്ക് വൈസ് വെസ്റ്റ്. വെസ്റ്റിലോട്ട് 3. കണ്ടോ? വെസ്റ്റിലോട്ട് 3. വെസ്റ്റിൽ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറോട്ട് 3. പിന്നെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ്. വെസ്റ്റിന്റെ ആന്റി ക്ലോക്ക് വൈസ് സൗത്തിലോട്ട് 4. അപ്പൊ താഴോട്ട് വീണ്ടും 4. ആൻഡ് ദെൻ ഹി ഗോസ് ബാക്ക്. ബാക്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? പിറകോട്ട്. അതായത് തെക്കോട്ട് നടന്നുകൊണ്ടിരുന്നവൻ പിറകോട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ നടക്കുന്ന വടക്കോട്ടാ. ഇവിടെ എത്തിയിട്ട് അവൻ 9 കിലോമീറ്റർ വടക്കോട്ട് നടന്നു. അപ്പൊ ഇത്രയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാല് തിരിച്ച് ഇവിടെ എത്തുമ്പോ തന്നെ അവൻ 4 കിലോമീറ്റർ നടന്നു കഴിഞ്ഞു. പിന്നെ അവനെ സ്വാഭാവികമായിട്ടും ഒരു 5 കിലോമീറ്റർ കൂടെ നടന്ന പോരെ. ഇവിടെ എത്തിയിട്ടാണ് പിറകോട്ട് 9 കിലോമീറ്റർ നടന്നത്. ഇപ്പം പിറകോട്ട് ഇവിടെ ആവുമ്പോ 4, 4ന്റെ കൂടെ 5 കൂടെ ആവുമ്പോ കറക്റ്റ് 9 സെറ്റ്. അപ്പോൾ ദാണ്ടേ ഇത് 4. അപ്പൊ 5 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കയറ്റി വരച്ചോണം. ഇവിടെയാണ് ഇപ്പോൾ ആ ചങ്ങാതി നിൽക്കുന്നത്. ചോദ്യകർത്താവ് ചോദിക്കുന്നത് ഇതാണ്: ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ്? യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഏത് ഡയറക്ഷനിലാണ്? യാത്ര തുടങ്ങിയ സ്ഥലം ഇവിടെ അല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് ഏത് ദിശയിലാണെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് ആരോ വരയ്ക്കുക. യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ നിൽക്കുന്ന ഡയറക്ഷനിലോട്ട് ഒരു ആരോ അങ്ങ് വരയ്ക്കുക. ആ ഡയറക്ഷനാണ് വേണ്ടത്. ഈ ആരോ സ്വാഭാവികമായിട്ടും എടാ കുഞ്ഞുങ്ങളെ മേപ്പോട്ടായിരുന്നെങ്കിൽ നോർത്ത്, താഴോട്ടാണെങ്കിൽ സൗത്ത്, അങ്ങോട്ടാണെങ്കിൽ ഈസ്റ്റ്, ഇങ്ങോട്ടാണെങ്കിൽ വെസ്റ്റ്. ദാണ്ടേ ഇങ്ങനെയാണെങ്കിൽ നോർത്ത് വെസ്റ്റ്. കണ്ടോ? ഇങ്ങനെ ഒരു ആരോ ആണെങ്കിൽ നോർത്ത് ഈസ്റ്റ്, ഇങ്ങനെയാണെങ്കിൽ സൗത്ത് ഈസ്റ്റ്, ഇങ്ങനാണെങ്കിൽ സൗത്ത് വെസ്റ്റ്. നമ്മുടെ ആരോ വന്നത് ഇങ്ങനല്ലേ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ദാണ്ടേ ഇവനല്ലേ
അവൻ എന്ന് പറഞ്ഞാൽ നോർത്ത് വെസ്റ്റ്. ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ 4 ഡയറക്ഷൻ അല്ല, 8 ഡയറക്ഷൻ ഉണ്ട്. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ വൃത്തിയായിട്ട് വരച്ചോണം. 5 എന്ന് പറയുമ്പോൾ 4 കുറച്ചുകൂടെ മേപ്പോട്ട് കയറ്റി വരച്ചോണം. പിന്നെ അത് മാത്രമല്ല, ചോദ്യം കൂടെ ശ്രദ്ധിച്ചോണം. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ്? യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഏത് ഡയറക്ഷനാണ്? അപ്പം യാത്ര തുടങ്ങിയെടുത്ത് ആരോ വരച്ചോണം. തിരിച്ചു ചോദിക്കുന്നെങ്കിൽ, അതായത് ഈ യാത്ര അവസാനിപ്പിച്ചു, ഇപ്പോൾ അവൻ വീട്ടിലേക്ക് നടന്നു, അല്ലെങ്കിൽ യാത്ര തുടങ്ങിയ സ്ഥലത്തേക്ക് നടന്നു എന്ന് പറയുമ്പോൾ അങ്ങോട്ടങ്ങ് നടന്നല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ഏത് ദിശയാണെന്ന് വേണം ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ആൻസർ മാറും, സൗത്ത് ഈസ്റ്റ് എന്ന് വരും ആൻസർ. ഇതെല്ലാം നോക്കി വേണം ചെയ്യാൻ. ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാല് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഇപ്പൊ നിൽക്കുന്നിടത്തോട്ട് ആരോ വരയ്ക്കുക. ആ ആരോ ഇതിനകത്ത് 8 എണ്ണത്തിൽ ഏതാണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. സെറ്റായി, സംഭവം ക്ലിയർ ആയെന്നർത്ഥം. സോ അങ്ങനെ വരാൻ പോകുന്ന നമ്മുടെ ഈ പറയുന്ന സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കുകളുടെയും അതുപോലെ ക്ലാസ് 1 ബാങ്കുകളുടെയും പരീക്ഷകളാണ് നമ്മുടെ മുമ്പിലേക്ക് ഇനി വരാനുള്ളത്. അതിനുശേഷം ക്ലാസ് 2 മുതലുള്ള ബാങ്കുകളുടെ ക്ലർക്ക് കാഷ്യർ പരീക്ഷ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പരീക്ഷകൾക്ക് നിങ്ങൾ വീണ്ടും തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾക്ക് സമയം കിട്ടത്തില്ല. സോ അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. ഒരുപാട് പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടാണ് അവസാനം നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് പരാജയങ്ങളിൽ വീണു പോകാതെ വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോവുക. നാളെയുടെ പുലരികൾ നിങ്ങൾക്കൊരു സർക്കാർ ജോലിയുടെ നിഴലിൽ നിന്നുകൊണ്ടാകാൻ നിങ്ങൾ സ്വാഭാവികമായിട്ടും പരാജയപ്പെടുവാനുള്ള മനസ്സുകൂടി നിങ്ങൾ കാണിക്കുക. തീർച്ചയായിട്ടും അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഏറ്റവും പുതിയ റെക്കോർഡ് ക്ലാസ്സുകളും അതേപോലെ അപ്ഡേറ്റഡ് ക്വസ്റ്റ്യനുമായിട്ട് നമ്മൾ വീണ്ടും 3 മാസത്തെയും അതേപോലെ 6 മാസത്തെയും കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ കണ്ടന്റുകളായിരിക്കും നമ്മൾ ലൈവില് ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റെക്കോർഡ് വേർഷൻ ആണെങ്കിൽ പോലും ഏറ്റവും പുതിയ ക്ലാസ്സുകളാണ്. റെക്കോർഡ് ക്ലാസ്സുകളല്ല, ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ക്ലാസ്സുകളാണ്. മാറ്റങ്ങൾ വന്നതിന് ശേഷം നടന്നുപോയ, പാറ്റേൺ മാറിയ, പുതിയ നിലവാരത്തിലുള്ള ചോദ്യങ്ങളുടെ എല്ലാം വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. സോ ബോർഡ് നടത്തി മാറിയ ഒരുപാട് ചോദ്യങ്ങളുടെ കളക്ഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് അത്തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. സോ പുതിയ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് തുടക്കം മുതൽ വളരെ ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു പ്രിപ്പറേഷൻ നല്ല രീതിയിൽ അവസാനിപ്പിക്കുവാന് ഈ ഒരു ഘട്ടത്തിൽ ഒരിക്കലും ഇട്ടേച്ച് പോകരുത്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. സോ അങ്ങനെ പ്രിപ്പറേഷൻ മുമ്പോട്ട് പോകുമ്പോഴാണ് അവസാനം നിങ്ങൾ വിജയത്തിലേക്ക് എത്തുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ 2025, 2026 നോക്കിക്കാണുക. കിട്ടുന്ന പരമാവധി സമയം പഠനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. അതേപോലെ നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ കൃത്യമായിട്ട് ഒരു മെന്റർ മോണിറ്റർ ചെയ്തുകൊണ്ട് ആ ഒരു മെന്റർ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാല് ഈ പറയുന്ന പരീക്ഷ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇത്തരം പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അടുത്ത മറ്റൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ സജഷൻസും അതേപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും അടുത്ത വീഡിയോ നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് മറ്റൊരു സെഷന് വീണ്ടും കാണാം. ബൈ.